വേനൽക്കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നത് വാമനപുരം നദിയും അതിലെ കുടിവെള്ള പദ്ധതികളും കാരണമാണ്. പക്ഷേ കിളിമാനൂർ ഭാഗത്ത് സ്ഥിരമായ ഒരു തടയണ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. താൽക്കാലിക തടയണ നിർമ്മാണം കാരണം ഓരോ വർഷവും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ഇക്കാര്യം നിയമസഭയിലും ചർച്ചയായതാണ്. പക്ഷേ ഇന്നും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. കാണാം തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി തയ്യാറാക്കിയ റിപ്പോർട്ട്. തടയണയല്ല, പണം തടയണ നമ്മൾ മോഹിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ശുദ്ധജലമെത്തുന്നത് ഈ മനോഹരമായ വാമനപുരം നദിയിൽ നിന്നാണ്. ഒട്ടനവധി കുടിവെള്ള പദ്ധതികളും വാമനപുരം നദിയെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വേനൽക്കാലത്ത് ജലലഭ്യത ഉറപ്പാക്കാൻ സ്ഥിരമായി തടയണ വേണമെന്ന ആവശ്യം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലെ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പ്രവർത്തനം അവലോകനം ചെയ്യുന്നതിന് 17-11-2016 കൂടിയ യോഗത്തിൽ വാമനപുരം നദിക്ക് കുറുകെ കാരേറ്റ് പാലത്തിന് സമീപം ഒരു തടയണ നിർമ്മിക്കുന്നതിന് ജലസേചന വകുപ്പിനെ ചുമതലപ്പെടുത്താമെന്ന് തീരുമാനിച്ചിരുന്നു. സ്ഥിരമായി തടയണ വേണമെന്ന നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം വർഷങ്ങൾക്ക് മുന്നേ നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടതാണ്. കുടിവെള്ള പദ്ധതികൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ചിറ്റാറിലും വാമനപുരം നദിയിലുമാണ്. സ്ഥിരമായി തടയണ എന്ന ആവശ്യത്തിനായി ജനപ്രതിനിധികളും ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ 31 കോടിയുടെ ഗ്രാമീണ കുടിവെള്ള പദ്ധതി നിലവിലുണ്ട്. പക്ഷേ ആ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ജലസംഭരണികളിലേക്ക് എത്തുകയും അത് വിതരണം ചെയ്യണമെങ്കിൽ വാമനപുരം നദി കേന്ദ്രീകരിച്ച് വളരെ ഫിക്സഡ് ആയിട്ടുള്ള സ്ഥിരം സംവിധാനത്തിലുള്ള ഒരു തടയണ അനിവാര്യമാണ് എന്നുള്ളതാണ് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒരു പൊതുവായ ആവശ്യം. ഇത് വാട്ടർ അതോറിറ്റിയിലെ ചില ജീവനക്കാരുടെ അവർക്ക് കാശുണ്ടാക്കുന്നതിന് വേണ്ടി വർഷാവർഷം വരൾച്ച എത്തുമ്പോൾ കുറച്ച് മണ്ണ് ചാക്കിൽ നിറച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കുകയും ഗവൺമെൻറ്റിൻ്റെ പൈസ കൊള്ളയടിക്കുകയും ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയിൽ ഒരു ഭാഗം ജീവനക്കാരുണ്ട്. ഇത്തവണയും വേനലായതോടെ വാമനപുരം നദിയിൽ താൽക്കാലിക തടയണ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. വേനൽക്കാലത്തെ താൽക്കാലിക നിർമ്മാണം മഴക്കാലം എത്തുന്നതോടെ പൂർണ്ണമായും വെള്ളം കൊണ്ടുപോകും. ഓരോ തവണയും ലക്ഷങ്ങളാണ് പാഴാകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പകുതിയോളം പ്രദേശങ്ങളിലേക്ക് ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നത് വാമനപുരം നദിയാണ്. ഒട്ടനവധി കുടിവെള്ള പദ്ധതികളാണ് വാമനപുരം നദിയെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സ്ഥിരമായ ഒരു തടയണ നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. സബജിത്തിനൊപ്പം ജിബിൻ ജെബി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.